ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി കോക്കനട്ട് മിൽക്കിന്റെ സോപ്പാണ് കേട്ടോ. കോക്കനട്ട് മിൽക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ അതിന്റെ ബേസ് വാങ്ങിയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ആ ബേസ് നമ്മളിവിടെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഇത് നമ്മൾ 600 ഗ്രാം ബേസ് ആണ് എടുത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. നല്ല ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമ്മൾ എന്നും പറയുന്ന പോലെ തന്നെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഡബിൾ ബോയിലിംഗ് ചെയ്തെടുക്കണം. ആ രീതിയിലാണ് നമ്മൾ സോപ്പ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് കോക്കനട്ട് മിൽക്കിന്റെ ബേസ് ആണ്. അപ്പൊ ഇതിലേക്ക് നമ്മൾ ഇനി ചേർക്കാൻ പോകുന്ന സാധനങ്ങള്, ഇത് കൊക്കോവാൻ എന്ന് പറയുന്ന ഒരു സ്മെല്ലാണ്. ഇത് കോക്കനട്ടിന്റെ ചെറിയൊരു സ്മെൽ അതിലേക്ക് അങ്ങനത്തെ ഒരു യോജിച്ച് പറഞ്ഞൊരു സ്മെല്ലാണ് കൊക്കോവാൻ എന്നാണ് ഈ സ്മെല്ലിന്റെ പേര്. ഇത് നമ്മൾ ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് പുതിയൊരു സ്മെല്ലാണ് കേട്ടോ നമ്മുടെ കയ്യിൽ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതുപോലെ ഇതിലേക്ക് നമ്മൾ ടീ ട്രീയുടെ ഓയിൽ ചേർക്കുന്നുണ്ട്, ഗ്ലിസറിൻ ചേർക്കുന്നുണ്ട്. ഈ രണ്ട് ഐറ്റംസ് മാത്രമേ ചേർക്കണുള്ളൂ. അപ്പൊ കളറിന്റെ ആവശ്യമില്ല, നമ്മൾ വൈറ്റ് ആണല്ലോ, കോക്കനട്ട് മിൽക്ക് എന്ന് പറയുമ്പോൾ വൈറ്റ് ആണല്ലോ. അപ്പൊ ആ ഒരു കളറിൽ തന്നെ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പൊ ഇന്നത്തെ ഇതില് പുതിയൊരു സ്മെല്ല് മാത്രം നമ്മൾ പരിചയപ്പെടാം. ബേസ് നമ്മൾ ചെയ്തിട്ടില്ല, കോക്കനട്ട് മിൽക്കിന്റെ ബേസ് നമ്മൾ ചെയ്തിട്ടില്ല. അപ്പൊ ഈ രണ്ടാണ് ഇന്നത്തെ പ്രധാന ഐറ്റംസ്. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് ഒരു അടിപൊളി സോപ്പ് ഉണ്ടാക്കി എടുക്കാം. അപ്പൊ കുറച്ച് നാളെ നമ്മൾ വീഡിയോകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നിങ്ങളുടെ സപ്പോർട്ട് പോയിട്ടില്ല എന്ന് വിചാരിക്കുന്നത്. തുടർന്നുള്ള സപ്പോർട്ട് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ഒക്കെ കാണാൻ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക്. അപ്പോൾ നമ്മൾ ഡബിൾ ബോയിലിംഗ് ചെയ്യാനായിട്ട് നമ്മുടെ വെള്ളം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സ്റ്റവ് ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബേസ് കട്ട് ചെയ്ത് വെച്ച് നമ്മൾ ഇതിലേക്ക് ഇറക്കി വയ്ക്കുകയാണ്. അതിനുശേഷം ഇത് മെൽറ്റായി വന്നതിന് ശേഷം മാത്രം നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള നമ്മുടെ ഇതൊക്കെ ചേർത്ത് നമുക്ക് ഒരു അടിപൊളി സോപ്പ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ സോപ്പ് ബേസ് ഒക്കെ നന്നായി മെൽറ്റായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ നമ്മുടെ ഗ്ലിസറിനാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ഗ്ലിസറിൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കോക്കനട്ട് മിൽക്കിൻ്റെ ബേസാണ് കേട്ടോ അത്. ഇതിലേക്ക് നമുക്ക് വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല, ഓൾറെഡി ഉണ്ടാവും. വന്നാലും നമ്മൾ ഇതിലേക്ക് കുറച്ച് ടീ ട്രീയുടെ ഓയിൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ ഗ്ലിസറിൻ ചേർത്തു. ഇത് രണ്ടും വൈറ്റമിൻ ഇയുടെ ഓയിൽ ചേർത്ത് കൊടുക്കാം. അതുപോലെ ഇതെല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. നമ്മളത് ചേർത്തിട്ടില്ല കേട്ടോ, നമ്മളത് ഞാൻ പറഞ്ഞില്ല കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ചേർക്കണം കേട്ടോ. വൈറ്റമിൻ ഇ ചേർക്കണം നല്ലതാണ്. അപ്പോൾ അത് നമ്മൾ ചേർത്തിട്ടില്ല. അപ്പോൾ അതും കൂടി ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ബേസ് നമുക്ക് കോക്കനട്ട് മിൽക്കിൻ്റെ ബേസാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക, നമ്പർ കൊടുക്കാം. അതുപോലെ കൊക്കോവാൻ എന്ന് പറഞ്ഞൊരു സ്മെല്ലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഞാൻ സ്റ്റവ് ഓഫ് ചെയ്യാൻ പോവാണ്. എന്ന് പറയുന്ന പോലെ തന്നെ നമ്മുടെ സോപ്പ് ബേസ് റെഡിയാക്കുന്നതിൻ്റെ മുന്നോടിയായിട്ട് നമ്മൾ എപ്പോഴും സോപ്പ് ബേസിൻ്റെ എന്താ പറയുക, സോപ്പ് മോൾഡ് എപ്പോഴും റെഡിയാക്കി വയ്ക്കുക ആദ്യം തന്നെ. അതിനുശേഷം മാത്രം നമ്മൾ ഇത് ചെയ്യാം കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു ടെമ്പറേച്ചർ കുറച്ചൊന്ന് കുറയുമ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മുടെ എന്താ പറയുക പെർഫ്യൂം ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മുടെ സ്മെല്ല് നമുക്ക് കുറയും. ചൂടോട് കൂടി അപ്പോൾ തന്നെ നമ്മൾ ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ സ്മെല്ല് നമുക്ക് കിട്ടില്ല സോപ്പിന് കേട്ടോ. അപ്പോൾ 1 കിലോ ബേസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ എക്സ്ട്രാറ്റ് ജ്യൂസ് അതൊക്കെ ചേർക്കണമെങ്കിൽ ഒരു 50 ml ഗ്രാമോളം ചേർത്ത് കൊടുക്കാം കേട്ടോ. അതുപോലെ നമുക്ക് സ്മെല്ല് വേണമെങ്കിൽ ഒരു 25-20 മില്ലിയോളം നമുക്ക് മാക്സിമം 1 കിലോയിലേക്ക് വേണ്ടി വരും നല്ല സ്മെല്ലിന്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ചേർത്ത് കൊടുക്കുക. കളറൊക്കെ നമ്മുടെ ആവശ്യത്തിനുള്ളത് നമുക്ക് ഇഷ്ടമുള്ള കളറൊക്കെ ചേർത്ത് കൊടുത്ത് ഉണ്ടാക്കി എടുക്കട്ടെ. നല്ലൊരു സോപ്പ് നമുക്ക് വീട്ടിൽ തന്നെ എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സംഭവമാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് നിങ്ങൾ നന്നായി സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മളിത് ഏകദേശം ഒരു സെറ്റപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ നമ്മുടെ പെർഫ്യൂം കൊക്കോവാൻ എന്ന് പറഞ്ഞ സ്മെല്ലാണ്, അത് ഞാൻ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യാൻ പോകണം കേട്ടോ. ഓക്കെ, ഇതിൽ നമ്മൾ കളറും കാര്യങ്ങളൊന്നും ആഡ് ചെയ്യുന്നില്ല. നമ്മൾ പെർഫ്യൂമൊക്കെ ചെയ്ത് നമ്മുടെ ബേസ് നന്നായി സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മോൾഡ് ഇതാണ്, 100 ഗ്രാമിൻ്റെ 6 മോൾഡാണ്. അപ്പോൾ അതിലേക്ക് ഞാനിത് ഒഴിക്കാൻ പോകണം കേട്ടോ. അപ്പോൾ ഒഴിക്കുമ്പോൾ എല്ലാവരും സൂക്ഷിക്കുക, ചൂടൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ച് നല്ല രീതിയിൽ പുറത്തൊന്നും പോകാണ്ട് ഒഴിച്ചെടുക്കുക കേട്ടോ. ഓക്കെ, സോപ്പ് ഞാൻ മോൾഡിലേക്ക് ഒഴിച്ച് അടിപൊളിയായിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ബേസ് മെൽറ്റ് ചെയ്ത് നമ്മൾ 6 100 ഗ്രാമിൻ്റെ സോപ്പാണ് സെറ്റാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതൊരു ഏകദേശം ഒരു 3 മണിക്കൂർ കൊണ്ട് നമുക്ക് സെറ്റാക്കി എടുക്കാൻ പറ്റും. അത് കഴിഞ്ഞാൽ നമുക്ക് ഇത് പാക്ക് ചെയ്ത് എടുത്ത് വയ്ക്കാം കേട്ടോ. അപ്പോൾ മഴക്കാലമൊക്കെ ആയ കാരണം ചിലപ്പോൾ ഗ്ലിസറിൻ കണ്ടന്റ് ഉള്ളതുകൊണ്ട് അത് ചിലപ്പോൾ ഈർപ്പം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മളെല്ലാവരും കെയർ ചെയ്യുക. അപ്പോൾ ഒരു 3 മണിക്കൂർ മാക്സിമം വെച്ചത് സെറ്റാക്കി കിട്ടും. അപ്പോൾ നല്ലൊരു സോപ്പാണ്. ഞാനിത് മോൾഡിൽ നിന്ന് എടുക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ സോപ്പൊക്കെ ഞാൻ മോൾഡിൽ നിന്ന് എടുത്തിട്ടോ. മോൾഡിൽ നിന്ന് എടുക്കുന്നത് വീഡിയോ ചെയ്യാൻ പറ്റില്ല, മിസ്സായി പോയി. അപ്പോൾ എടുത്ത് പ്ലേറ്റിലേക്ക് വെച്ചിട്ടുണ്ട്. ഞാൻ കവർ ചെയ്ത് വെച്ചിട്ടു അങ്ങനെ. അപ്പോൾ അതാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ ഒരു അടിപൊളി നമ്മുടെ കോക്കനട്ട് മിൽക്കിൻ്റെ സോപ്പ് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക, ആരും മിസ് ചെയ്യരുത്. അപ്പോൾ എന്താ പറയുക, വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മെറ്റീരിയൽസ് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്താൽ നമ്പർ കൊടുക്കാം. സോപ്പ് ബേസ്, അതുപോലെ പെർഫ്യൂംസ്, എക്സ്ട്രാക്റ്റുകൾ, ഓയിൽസ്, ഇതൊക്കെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. മോൾഡുകൾ,
കേട്ടാ. ഷവർ ജെല്ല് ബേസിൻ്റെ ഇതൊക്കെ ഉണ്ട്. ഷവർ ജെല്ലിൻ്റെ ബേസ്, ഷാമ്പു ബേസ്, ജെല്ലുകൾ, അലോവേര ജെല്ല്, അങ്ങനത്തെ ഐറ്റംസുകളൊക്കെ നമ്മളിലുണ്ട്. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ, നമ്പർ കൊടുക്കാം. അപ്പോൾ തുടർന്ന് നമ്മുടെ വീഡിയോകളൊക്കെ സപ്പോർട്ട് ചെയ്യാം. ഞാൻ ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ.